നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിന്റെ എല്ലാ മംഗളാശംസകളും. ഇതിനായ യേശു നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കട്ടെ. ജീവിതത്തിലെ പ്രതീക്ഷയും പ്രത്യാശയും നൽകി അവർ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിലായിരിക്കുവാനും സമാധാനത്തിലായിരിക്കുന്ന കൃപാവരം അവർ നിങ്ങൾക്ക് നൽകട്ടെ. ഹാപ്പി ഈസ്റ്റർ. നല്ല സമരിയാക്കാരനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. നമ്മൾ കുറച്ചു ദിവസം മുമ്പ് കേട്ട മാർത്തയുടെ റിഫ്ലക്ഷൻ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പല ജീവിതങ്ങളിൽ പെടുമ്പോഴും നമുക്ക് ഈശോയുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ അതിനുവേണ്ടി കർത്താവിനോട് കൂടെ ഇരിക്കാനായിട്ട് പലപ്പോഴും സമയം കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മൾ കൈകൊട്ടിയ സമരക്കാരി സ്ത്രീയെ പോലെ ഈശോയുടെ കൂടെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ അന്തരീക്ഷത്തിൽ നല്ല ഫലങ്ങളാണല്ലോ അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈസ്റ്ററിന്റെ ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ. ക്രിസ്തുവിന്റെ ഈസ്റ്റർ ആശംസകൾ. നമുക്ക് ചുറ്റും വേദന അനുഭവിക്കുന്നവരെ നമുക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. സലാമ റിഫ്ലക്ഷനിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം നിങ്ങൾക്കും അതുപോലെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. സലാമയെ കുറിച്ച് പെട്ടെന്ന് വരുമ്പോൾ ഒരു വ്യത്യസ്തമായ റിഫ്ലക്ഷനായിരുന്നു. നമ്മൾ 1-2 വർഷങ്ങളെല്ലാം ഇങ്ങനെ റിഫ്ലക്ഷൻ പലതും കണ്ടിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും ക്രിസ്തു ഫോക്കസാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിന് ചുറ്റുമായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സിന് അതെനിക്ക് കുറച്ചും കൂടി കൺഫർമേഷൻ ആയത് അച്ഛൻ വിശുദ്ധ കുർബാനയിൽ ഈ ഒരു സലാമയുടെ അതേ റിഫ്ലക്ഷനാണ് അച്ഛൻ പറഞ്ഞത്. അത് തീർച്ചയായിട്ടും എവിടെയൊക്കെയോ എല്ലാം എന്തൊക്കെയോ എല്ലാം എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോൾ സലാമ ടീം. അപ്പോൾ ഈ ഒരു 50 ദിവസം നമ്മൾ സലാമ അതായത് നമ്മുടെ റിഫ്ലക്ഷനിലൂടെ കടന്നു പോകുമായിരുന്നു. ഓരോ ദിവസവും ഒത്തിരി പുതിയ കാര്യങ്ങൾ ബൈബിളിലെ ഏറ്റവും നമ്മൾ ഒത്തിരി കാണാത്ത അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സ്പർശിക്കാതെ പോയ ചില കഥാപാത്രങ്ങൾ അവരിലൂടെ കടന്നുപോയി. ആ ഓരോ ആൾക്കാരിലൂടെ അവരെങ്ങനെയായിരുന്നു, അവർ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നൊക്കെ നമ്മൾ കേട്ടു. സോ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ തമ്പുരാൻ ചെറിയ രീതികളിൽ ചെറിയ മാറ്റങ്ങൾ ഈ ഒരു 50 ദിവസങ്ങളിൽ കൂടെ നൽകിയെന്ന് ഓർക്കുന്നു. അതിനാൽ തന്നെ തമ്പുരാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. സ്വീകരിക്കട്ടെ. സലാമയ്ക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഹാപ്പി ഈസ്റ്റർ.